നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ട്രീറ്റ് മാട്രസസ്. പോത്ത് പുറത്താകുമോ? കശാപ്പ് നിയന്ത്രണത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരവെ വിജ്ഞാപനത്തിൽ കേന്ദ്രം ഭേദഗതി വരുത്തുമെന്ന സൂചന. വിൽപ്പന നിയന്ത്രണമുള്ള മൃഗങ്ങളുടെ പട്ടികയിൽ നിന്ന് പോത്തിനെ ഒഴിവാക്കിയേക്കും. കന്നുകാലി നിർവചനത്തിൽ മാറ്റം വരുത്തുന്ന കാര്യം ആലോചനയിൽ. അതേസമയം കേന്ദ്ര വിജ്ഞാപനത്തിന്റെ വിലക്ക് മറികടക്കാൻ നിയമസാധ്യതകൾ ആരാഞ്ഞ സംസ്ഥാനം സ്വന്തം നിയമനിർമ്മാണം നടത്തുകയോ കേന്ദ്ര ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കുകയോ ചെയ്യും. സർവകക്ഷി യോഗം വിളിക്കുന്ന കാര്യം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ. കേന്ദ്ര ഉത്തരവ് സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നും ഭരണഘടനാ വിരുദ്ധമെന്നും മുഖ്യമന്ത്രി പിണറായി. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ സർക്കാർ സൗകര്യമൊരുക്കും. വിവാദ വിജ്ഞാപനത്തിനെതിരായ സർക്കാർ നടപടികളുമായി സഹകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കാത്തിരുന്ന കാലവർഷം. വെന്തുപൊരിഞ്ഞ കേരളത്തിന് ആശ്വാസമായി കാലവർഷമെത്തി. സംസ്ഥാനത്ത് മൺസൂൺ ആരംഭിച്ചതായി കാലാവസ്ഥാ കേന്ദ്രം. കാലവർഷത്തിന് മുന്നോടിയായി ഇന്നലെ മുതൽ മിക്ക ജില്ലകളിലും ലഭിച്ചത് ശക്തമായ മഴ. അടുത്ത 24 മണിക്കൂറിനകം മൺസൂൺ ശക്തി പ്രാപിക്കുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ്. കാലവർഷം എത്തിയതോടെ പകർച്ചവ്യാധികളുടെ ഭീതിയിൽ കേരളം. മഴക്കാല പൂർവ്വ ശുചീകരണം പലയിടത്തും പാതി വഴിയിൽ. കൊതുക് ശല്യം പെരുകുന്നതോടെ ഡെങ്കി ഉൾപ്പെടെ പകർച്ചപ്പനികൾ നിയന്ത്രണാതീതമാകും. മുൻകരുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ് സജ്ജമെന്നും ആവശ്യത്തിന് മരുന്നുകൾ എത്തിച്ചു കഴിഞ്ഞെന്നും മന്ത്രി കെ ശൈലജ. കെണിയിലായ കുരുക്ക്. ഫോൺ കെണി വിവാദത്തിൽ മുൻ മന്ത്രി കെ ശശീന്ദ്രനെതിരെ സ്വമേധയാ കേസെടുത്ത തിരുവനന്തപുരം CJM കോടതി. നടപടി മന്ത്രിയായിരിക്കെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ശശീന്ദ്രൻ മോശമായി സംസാരിച്ചെന്ന വനിതാ മാധ്യമ പ്രവർത്തകയുടെ പരാതിയിൽ. കേസിൽ അടുത്ത മാസം 28-ന് നേരിട്ട് ഹാജരാകാൻ ശശീന്ദ്രന് നോട്ടീസ്. ശശീന്ദ്രൻ തന്നെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നതായി കോടതിയിൽ യുവതിയുടെ മൊഴി. മുൻ മന്ത്രിക്കൊപ്പമുള്ള സംഭാഷണം സ്റ്റിംഗ് ഓപ്പറേഷൻ അല്ലെന്നും വിശദീകരണം. അതിനിടെ കോടതിയുടേത് സ്വാഭാവിക നടപടിയെന്ന് കെ ശശീന്ദ്രൻ. തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ കോടതി അവസരം തന്നു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും പ്രതികരണം. മൂന്നാറിൽ നിയന്ത്രണം. മൂന്നാറിൽ കെട്ടിട നിർമ്മാണത്തിന് കർശന നിയന്ത്രണവുമായി ഹരിത ട്രൈബ്യൂണൽ. നിർമ്മാണത്തിന് പഞ്ചായത്തിന്റെ അനുമതി മാത്രം പോരെന്ന് നിഷ്കർഷിച്ച ട്രൈബ്യൂണൽ കെട്ടിടങ്ങൾക്ക് റവന്യൂ അനുമതി നിർബന്ധമാക്കി. റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയും നിർബന്ധം. മൂന്നാർ പഞ്ചായത്ത് ചട്ടം ലംഘിച്ച് കെട്ടിട നിർമ്മിതിക്ക് അനുമതി നൽകിയതായി കണ്ടെത്തൽ. കേസിൽ കക്ഷി ചേരാൻ ദേവികുളം സബ് കളക്ടർക്കും ട്രൈബ്യൂണൽ നിർദ്ദേശം. അതേസമയം മൂന്നാറിൽ സർക്കാരിന് പ്രത്യേക നയമുണ്ടെന്നും അനധികൃത കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കുമെന്നും ട്രൈബ്യൂണലിൽ സർക്കാരിന്റെ വിശദീകരണം. കളിയല്ല കശ്മീർ കാര്യം. കശ്മീർ പ്രശ്നം സങ്കീർണമാകുന്നതിനിടെ ഇന്ത്യ-പാക് ക്രിക്കറ്റ് മത്സരം വേണ്ടെന്ന നിലപാടിൽ കേന്ദ്രം. തീവ്രവാദ ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ-പാക് പരമ്പര പുനരാരംഭിക്കാനാവില്ല. ഭീകരവാദവും കായിക വിനോദവും ഒരുമിച്ച് പോകില്ലെന്നും കേന്ദ്ര കായിക മന്ത്രാലയം. അതേസമയം കശ്മീരിൽ സേനയുടെ ഭീകരവിരുദ്ധ നീക്കം ശക്തമാക്കുമെന്ന പ്രഖ്യാപനവുമായി കരസേനാ മേധാവി. ജനങ്ങൾ പെട്രോൾ ബോംബുമായി നേരിടുമ്പോൾ സൈനികരോട് കാത്തിരിക്കണമെന്ന് പറയാനാവില്ല. കശ്മീരിൽ സേനയ്ക്കെതിരെ നടക്കുന്നത് തരം താണ യുദ്ധം. അതിനെ നേരിടാൻ വേറിട്ട മാർഗം സ്വീകരിക്കേണ്ടി വരുമെന്നും ജനറൽ ബിപിൻ റാവത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ട്രീറ്റ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.